എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് ഇന്നൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മഴ സമയത്തൊക്കെ നമ്മളെ തടി നന്നായിട്ട് ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് ഈ ഒരു പൗഡർ നന്നായിട്ട് ഉപകാരപ്പെടും കേട്ടോ. അതുപോലെ തന്നെ വണ്ണം വെക്കാനായിട്ട് പാല് കുടിക്കുന്ന മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ പാല് ഒരുപാട് ഉണ്ടാവാനും ഈ ഒരു പൗഡർ നല്ലതാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത് കൊത്തമ്പാരിയാണ് കേട്ടോ. കൊത്തമ്പാരി നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ പോകുന്ന രീതിയിലാണ് നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത്. അത് നമ്മൾ ജസ്റ്റ് ഒന്നെടുത്ത് വായിൽ വെക്കുന്ന സമയത്ത് നന്നായിട്ട് പൊട്ടുന്ന രീതിയിലാവുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ എന്താ നമ്മുടെ പൗഡർ നമ്മൾ വറുത്തെടുത്ത സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ട് ഇത് ഈ ഒരു പാത്രം നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ഇല്ലാതിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കിത് കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ വറുത്തെടുത്തിട്ടുള്ള കൊത്തമ്പാരി ഈ പാത്രത്തിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഓരോന്ന് വറുത്തെടുക്കുന്ന സമയത്തും ഇത് ഒന്നിച്ചാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒന്നിച്ചാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇത് നമ്മൾ മൊത്തം വറുത്തെടുത്ത് നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ടാണ് പൊടിക്കുന്നത്. പക്ഷേ നമ്മൾ എള്ള് മാത്രം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ പൊടിക്കുന്നത്. എള്ള് നമുക്ക് മില്ലിൽ നിന്ന് പൊടിച്ചു തരില്ല. കാരണം അത് എള്ള് ഒട്ടിപ്പിടിക്കുന്ന സംഭവം ആയതുകൊണ്ട് അവർ പ്രത്യേകം ചോദിക്കും, എള്ള് ഇതിൻ്റെ ഒന്നിച്ചില്ലല്ലോ എന്ന് ചോദിക്കും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ വറുത്തെടുക്കാനായിട്ട് പോകുന്നത് തേറ്റാങ്കുരുവാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെയൊക്കെ തേറ്റാങ്കുരു എന്നാണ് പറയുന്നത്. ഇതിന് വേറെ പേരുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം. ഇതും നന്നായിട്ട് കഴുകി എടുത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. നന്നായിട്ട് ഇത് പൊട്ടി വരണം കേട്ടോ. ഇതിൻ്റെ സെൻട്രലായിട്ടൊരു പൊട്ട് പോലെ വരണം. അതുവരെ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഒരു സാധനം കുറച്ച് നേരം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് പൊടിയിലായതുകൊണ്ടാണ് വറുത്ത് പൊടിക്കാൻ എടുക്കുന്നത്. ആ സ്ഥാനത്ത് മരുന്നുണ്ടാക്കുമ്പോൾ പിന്നെ ഇത് പിന്നെ വേവിച്ചിട്ട് അരക്കല്ലില്ലേ, കല്ലിനകത്തിട്ട് ഇടിച്ചിട്ടാണ് എടുക്കുക. അതാ ടേസ്റ്റ്. പ്രസവരക്ഷയ്ക്ക് നമ്മൾ ഇത് മരുന്നുണ്ടാക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് കുത്തിയിട്ടാണ് ഇത് എടുക്കുന്നത്. നമ്മളിപ്പോൾ പൊടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് കർക്കിടക മാസം ഉണ്ടാക്കുന്നത് സാധാരണയാണ് കേട്ടോ. പക്ഷേ ചില നാട്ടിൽ ഇതങ്ങനെ ഉണ്ടാക്കിയിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസായിട്ട് ചെയ്യാമെന്ന് കരുതിയത്. ഇപ്പോൾ ഏകദേശം നമ്മൾ മാറ്റി വെക്കാനായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച കൊത്തമ്പാരിയിലേക്ക് തന്നെയാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ വറുത്ത് ചേർക്കാനായിട്ട് പോകുന്നത് അയമോദകമാണ് കേട്ടോ. ചില സീഡ്സ് നമ്മൾ കഴുകാതെയാണ് വറുത്തെടുക്കാനായിട്ട് പോകുന്നത്. ചിലത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടുമാണ്. അപ്പോൾ ഞാൻ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാക്കി നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മൾ അടുപ്പിൽ വെക്കുന്ന സമയത്ത് നന്നായിട്ട് പൊട്ടി കടുകൊക്കെ പൊട്ടുന്ന പോലത്തെ ഒരു സൗണ്ട് ഉണ്ടാവും. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇത് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാവേ. അപ്പോൾ ഇത് നമ്മൾ മറ്റേ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ വറുത്തെടുക്കാനായിട്ട് പോകുന്നത് ചതുർപ്പയാണ് കേട്ടോ. അത് നന്നായിട്ട് കഴുകി നമ്മൾ വെള്ളം നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം ഇതാ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുന്നത്. പിന്നീട് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും നന്നായിട്ട് ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. കഴുകി നമ്മൾ വറുത്തെടുക്കുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ട് വെള്ളം പോകുന്ന രീതിയിൽ വേണം വറുത്തെടുക്കാനായിട്ട്. ഒട്ടും ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. ഇതും നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സെയിം പാത്രത്തിലോട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതാ ഉഴുന്നാണ് കഴുകിയിട്ട് വറുത്തെടുക്കുന്നത്. ഉഴുന്നും നന്നായിട്ട് വെള്ളം പോകുന്ന രീതിയിൽ തന്നെ വറുത്തെടുക്കണം. വറുത്തെടുക്കുന്ന സമയത്ത് ചെറിയൊരു ഒട്ടൽ പോലെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ചൂടോടുകൂടി വറുത്തെടുക്കുന്ന സമയത്ത് ആ ഒട്ടലൊക്കെ മാറി വേറെ വേറെ നിൽക്കുന്ന രീതിയിൽ തന്നെ കിട്ടുവേ. ഉഴുന്നും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ വറുത്തെടുക്കാനായിട്ട് പോകുന്നത് ആജാലിയാണ് കേട്ടോ. അത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അഞ്ജലി എന്നൊക്കെയാണ് പേര് കാണുന്നത്. ഇത് കാണുമ്പോൾ ഏകദേശം ചിയാ സീഡ്സിൻ്റെ ഒക്കെ രൂപത്തിലാണ് വരുന്നത്. ഇത് നന്നായിട്ട് പൊട്ടുന്ന രീതിയിൽ വറുത്തെടുക്കണം കേട്ടോ. അതിനുശേഷം അതും സെയിം പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വറുത്തെടുക്കാനായിട്ട് പോകുന്നത് കടലപ്പരിപ്പാണ്. ഇത് നന്നായിട്ട് ചൂടാവുന്ന രീതിയിൽ നമ്മൾ വായിട്ട് കടിക്കുന്ന സമയത്ത് പൊട്ടുന്ന രീതിയിലായിരിക്കണം വറുത്തെടുക്കേണ്ടത്. ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ട് വറുത്ത് പിന്നെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. പിന്നീട് നമ്മൾ വറുത്തെടുക്കുന്നത് ഉലുവയാണ്. ഉലുവയും നന്നായിട്ട് കഴുകിയിട്ടാണ് വറുത്തെടുക്കുന്നത്. വെള്ളം ഒട്ടുമില്ലാതെ നന്നായിട്ട് ചൂടാവുന്ന രീതിയിൽ വറുത്തെടുക്കുക. ഞങ്ങളിവിടെ എല്ലാത്തിനും തൂക്കം പറയുന്നത് എള്ളൊഴികിയ ബാക്കിയെല്ലാം 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ എള്ളെടുത്തിരിക്കുന്നത് 1 കിലോ ആണ്. ഉലുവയും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് വറുത്തെടുക്കുന്നത് കടുകാണ്. കടുക് ഇതാ നന്നായിട്ട് കഴുകിയിട്ടില്ല, കഴുകാണ്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്.
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അവസാനമായിട്ട് വറുത്തെടുക്കുന്നത് മഞ്ഞളാണ്. മഞ്ഞൾ നന്നായിട്ട് കഴുകിയിട്ടുള്ളതാണ് കേട്ടോ, നാടൻ മഞ്ഞളാണ്. ഇതും നന്നായിട്ട് നമ്മൾ കഴുകിയിട്ട് ചൂടോടുകൂടി തന്നെ വറുത്തെടുക്കണം. മഞ്ഞൾ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിത് മൊത്തം വറുത്തെടുത്ത് കഴിഞ്ഞ് നമ്മളിത് മില്ലിൽ കൊണ്ടുപോയിട്ടാണ് പൊടിപ്പിക്കുന്നത്. പൊടിച്ച് കഴിഞ്ഞ് വീട്ടിലോട്ട് പൗഡർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം ചൂട് ആറാനായിട്ട് വെക്കണം കേട്ടോ. അത് ഈർപ്പമൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ടാണ്. ചൂടോടുകൂടി കെട്ടിവെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കേടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീട്ടിലോട്ട് പൗഡർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എള്ള് നന്നായിട്ട് കഴുകിയിട്ട് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുത്ത് ആ മില്ലിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്ന പൗഡറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ആവശ്യത്തിനുള്ള പൗഡർ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്ത് അല്പം വെള്ളം കൂടി ചുരണ്ടിയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. 2 നേരമായിട്ട് കഴിക്കാം, രാവിലെയും വൈകുന്നേരമായിട്ട് കഴിക്കാം. നമുക്ക് ഇത് നന്നായിട്ട് ഒരു നല്ല തുണി ഉപയോഗിച്ച് ഇതുപോലെ കെട്ടി വെക്കാവുന്നതാണ്. ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ എനിക്ക് ആവശ്യത്തിനുള്ളത് ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ മധുരം വേണ്ടാന്നുള്ള ആൾക്കാരാണെങ്കിൽ മധുരം ചേർക്കണം എന്നില്ല, പക്ഷെ ചെറിയൊരു കയ്പ്പ് ഉള്ളതുപോലെ ഉണ്ടാവും. നമ്മളിത് കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമില്ലാതെ സ്പൂൺ ഉപയോഗിച്ച് വേണം നമ്മളിത് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ പ്രാണികളൊന്നും കയറാതെ ഇതുപോലെ കെട്ടിവെക്കുകയും വേണം കേട്ടോ. ഫ്രിഡ്ജിലാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം, അപ്പോൾ കുറേ നാളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ ആവശ്യത്തിന് ശർക്കര ചേർക്കുന്നുണ്ട്. 2 നേരമായിട്ട് കഴിക്കുകയും വേണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ പാത്രം നിറയെ എടുക്കണം, കുറച്ച് നമ്മൾ വയററിയാൻ മാത്രം എടുക്കണം കേട്ടോ ഇതെടുക്കുന്ന സമയത്ത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉറപ്പായും എന്നെ കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീഡിയോസിന് എന്തായാലും കമൻറ്റ് ചെയ്യാം. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവർ ടാറ്റാ.